ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവവചനം കേൾക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം എനിക്കൊരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ച് കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുവാണ്. ഇന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ, അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരണം. അല്ലാതെ എല്ലാത്തിനും അങ്ങനെ പോയിട്ട് എന്നാ കിട്ടി, നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് എനിക്കും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അതെല്ലാം എനിക്കറിയില്ല അതിനെന്താ പറയേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് കാര്യങ്ങൾ ഭംഗിയാവും. അവിടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. അതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഈ ഞായറാഴ്ച ദിവസം കേട്ട എല്ലാവരെയും മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അനേകം മനുഷ്യരുണ്ട്. അനേകരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ സ്ഥലമാണ്. അനേകരെ ദൈവം ഏറ്റെടുത്ത സ്ഥലമാണ്. അനേകരുടെ ജീവിതത്തെ ദൈവം തൊട്ട നിമിഷമാണ്. ദൈവം തൊട്ട് ശക്തിപ്പെടുത്തിയ നിമിഷമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും ദൈവം മനുഷ്യരെ രക്ഷപ്പെടുത്തിയ സ്ഥലമാണിത്. അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേട്ട ഈ വചനം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അയച്ചു കൊടുക്കണം. നിങ്ങളിലൂടെ ഒരു 100-100 പേരെങ്കിലും വചനം കേൾക്കാൻ ഇടയാകട്ടെ. നിങ്ങളിലൂടെ ഒരു 10,000 പേരുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങൾക്ക് കാരണമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വിടുതലിന് കാരണമാകട്ടെ. നിങ്ങൾ ദൈവത്താൽ അതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണം. ഈ വചനം കേൾക്കുന്ന സകലരെയും, ഇത് അയച്ചു കൊടുക്കുന്നവർ, സ്റ്റാറ്റസ് ഇടുന്നവർ, ഷെയർ ചെയ്തവർ എല്ലാവരെയും ദൈവനാമത്തിൽ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ചയാണ്, നല്ലൊരു ദിവസമാണ്. നാളെ നമുക്ക് പ്രാർത്ഥനയോടെ വചനം കേൾക്കണം. എല്ലാവരും 5:30 തന്നെ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ, അവധിക്കാലമൊക്കെയാണ് പല സ്ഥലത്തും, എന്നാലും 5:30 എഴുന്നേറ്റ് വചനം കേൾക്കാൻ പറ്റുവാണെങ്കിൽ ഒരുമിച്ച് വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, മറക്കാതെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.